കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞത് ഇനിയിപ്പോൾ അടുത്തൊന്നും വലിയ മഴയൊന്നും പ്രതീക്ഷിക്കേണ്ട, നേരത്തെ പോലത്തെ ഒരു വരണ്ട കാലാവസ്ഥയിലേക്കൊക്കെ മാറുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്. കാരണം കേരളത്തിൽ മഴ മുന്നറിയിപ്പുകളൊക്കെ മാറി മറിയുന്ന കാലാവസ്ഥ റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ദേ കാലാവസ്ഥ റിപ്പോർട്ട് ആകെ മാറിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥ മുന്നറിയിപ്പുകളൊക്കെ പ്രകാരം നമ്മുടെ കേരളത്തിൽ ഇന്ന് മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നു. നമ്മുടെ മാപ്പ് വന്നിട്ടുണ്ട്. മാപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവും. 3 മണിക്കൂർ, അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ 3 ഇടങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോക്കൂ, കാസർഗോഡ് ഉണ്ട്, അതേപോലെ പാലക്കാട് ഉണ്ട്, അതേപോലെ കൊല്ലത്തുണ്ട്. 3 ഇടങ്ങളിൽ യെല്ലോ അലേർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ പ്രവചനം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. മാപ്പ് നോക്കുകയാണെങ്കിൽ ഈ 3 ജില്ലകളിലും യെല്ലോ അലേർട്ട് നമുക്ക് കാണാനും പറ്റും. ഈ ഇവിടങ്ങളിലൊക്കെ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ എന്ന തോതിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞത്. പൊതുവെയിലും നേരിയ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റു ജില്ലകളിൽ നേരിയ മഴയായിരിക്കും ലഭിക്കുക. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും കേരള ലക്ഷദ്വീപ് തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കുകളൊന്നും നൽകിയിട്ടില്ല. മഴ പ്രവചനം ഉണ്ടെങ്കിലും താപനിലയ്ക്കും ഉഷ്ണത്തിനൊന്നും കുറവില്ല എന്നാണ് ഇന്നത്തെ താപനിലയും സൂചിപ്പിക്കുന്നത്. നമുക്കിനി ഈ താപനില പരിശോധിച്ചാൽ ആദ്യം തിരുവനന്തപുരത്ത് തുടങ്ങാം അല്ലേ. തിരുവനന്തപുരത്ത് കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും. കൊച്ചിയിലേക്ക് വന്നാൽ അവിടെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25. കോഴിക്കോട് വന്നാൽ കോഴിക്കോട് 34 കൂടിയ താപനില, അതേപോലെ കുറഞ്ഞ താപനില 26 ആണ്. കണ്ണൂരേക്ക് വന്നാൽ കണ്ണൂർ ഈ കൂടിയ താപനില നമ്മൾ ഈ കാണുന്ന പോലെ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ണൂരിലെ കൂടിയ താപനില. അതേപോലെ കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസുമാണ്. ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ഉഷ്ണം അഥവാ ഹ്യൂമിഡിറ്റി ഉയർന്ന നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലും വല്ലാത്ത ചൂട് അനുഭവപ്പെടും. നന്നായിട്ട് വെള്ളം കുടിക്കണം, ജലാംശം കൂടുതലുള്ള പഴങ്ങൾ കഴിക്കണം. ഇങ്ങനെ ചൂടിനെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. വെള്ളം ദാഹിക്കുന്നില്ല എന്ന് വെച്ച് കുടിക്കാതിരിക്കരുത്. നന്നായിട്ട് വെള്ളം, ഈ AC-യിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് വെള്ളം കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നോക്കരുത്, നന്നായിട്ട് വെള്ളം കുടിക്കണം. മറ്റ് അസുഖങ്ങൾ കൂടി വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം